வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന ഷഫീദ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അത് പറയുമ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് 7 മന്തായി. അപ്പോൾ നാളാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന ചടങ്ങ്. അപ്പോൾ ഞാൻ കറൻ്റ്ലി ഉള്ളത് ഷെഫിൻ്റെ വീട്ടിലാണ്. അപ്പം ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അറിയില്ല ഗായ്സ്, സ്റ്റെപ്പ് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് മെഹന്തി ഇടണം. അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. തതിട്ടരാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗ് എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും എടുക്കും വിചാരിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, ഏത് കാലവും കണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ മൈലാഞ്ചിട്ട് വരാം. അപ്പം ഓക്കെ, ബൈ. ഞാൻ ഏത് ഡിസൈനാണോ കാണിച്ചതെന്ന് ആ ഡിസൈൻ ലിങ്ക് ഇട്ടുന്നുണ്ട്. പിന്നെ മോം ട്യൂബി, അതേമാതിരി കുഞ്ഞിക്കാലും ഇതൊക്കെ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമില്ലാത്ത ഒന്നാണ് മൈലാഞ്ചി ഇടൽ. പക്ഷേ ഷിഫ്കാക്ക പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ മൈലാഞ്ചി ഇട്ടത്. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ 2 കൈയിലും ഇടണോ, അതേമാതിരി എന്താ ഞാൻ വീഡിയോ കോൾ ചെയ്യും കാണാൻ വേണ്ടിയിട്ട് എന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ് ഇത്. ഇങ്ങനെ നമുക്ക് ഇടാനായിട്ട് കുറച്ച് നേരം നമ്മൾ ഇരിക്കണം, അത് കഴിഞ്ഞ് ഉണങ്ങാനിരിക്കണം. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ ഒരു ബോറടിക്കുന്ന മാതിരിയാണ്. പക്ഷേ ഞാൻ 2 കൈമേലിട്ടത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. കാരണം ഷിഫ്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമ്മൾ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ കാണിച്ച് കഴിഞ്ഞ് അങ്ങനെ ഗൈസ്, ദാ ഫൈനലി നമ്മളിതാ മൈലാഞ്ചി കെട്ട് കഴിഞ്ഞ് 2 കൈയിലും സെയിം ഡിസൈനാട്ടോ കൊടുത്തത്. പുറത്തായാലും അകത്തായാലും സെയിം ഡിസൈനാണ് കൊടുത്തത്. പുറത്തെ ഡിസൈൻ എങ്ങനെയാ വെച്ചാൽ ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ്. ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞ്, അതാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. പിന്നെ ഉള്ളിൽ ഇതാ ഈ ഒരു ഡിസൈൻ കാണിച്ചത്. ഈ ഒരു ഡിസൈനാണ് ഉള്ളിൽ കൊടുത്തത്. എന്തായാലും ഒരു വേറൊരു എക്സ്പീരിയൻസ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മളിതാ മോം ട്യൂബിന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് ഭാഗത്ത് ഈ ഒരു കാലിൻ്റെ ഒക്കെ ഒരു ചിഹ്നമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ മൈലാഞ്ചി ഏകദേശം ഉണങ്ങി. ഇനി അതിൻ്റെ മേലെ നാരങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉറ്റിക്കണം, എന്നാലേ ഉള്ളൂ നല്ല ഡാർക്ക് കളറാവാം. ബൈ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മന്തിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. ബസ്മതി റൈസ്, അതേമാതിരി മാഗി ക്യൂബ്, ചിക്കൻ, മന്തി മസാല കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും മന്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും സെറ്റാക്കി ഇനി മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താക്കി ക്ലീൻ ചെയ്ത് വെച്ച് നല്ലോണം വൃത്തിക്ക് ചിക്കനെ ക്ലീൻ ചെയ്ത് അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കും അതേമാതിരി നമ്മളെ വലിയ ഉള്ളിയില്ലേ അതും കൂടി ആഡ് ചെയ്ത് എന്നിട്ട് നല്ലോണം കൊഴിച്ച് നല്ലോണം ഉപ്പിട്ട് കൊഴിച്ചതിന് ശേഷം നമ്മൾ എന്താക്കി അതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടിയതാണ് ഈ ഒരു മാഗി ക്യൂബ്, അതേമാതിരി മന്തി മസാല. അങ്ങനെ രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ച് അത് ടൈമിൽ നമ്മൾ അടുത്തൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ പുതിർത്തി വെക്കണം അരി. അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ പുതിർത്തി വെച്ച് അരിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതേ ടൈമിൽ നമ്മൾ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ നേരത്തെ ഊറ്റി വെച്ച ചോറും അതേമാതിരി അരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചാൽ ഇനി ഒരു പതിപ്പിക്കുന്ന വെള്ളത്തിലേക്ക് എന്താക്കണം നമ്മൾ ഈ അരി കാര്യങ്ങളൊക്കെ ആക്കി നമ്മളെ മന്തി സെറ്റാവും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണലും അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ലോണം എന്താക്കും നമ്മൾ പുക വരും. അങ്ങനെ മൂടി വെച്ച് നമ്മൾ മന്തി റെഡി ആയിട്ടോ. അങ്ങനെ ഗൈസ്, ഇതാ ഫൈനലി നമ്മൾ ആ ഡേ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫ്രഷായി. ഇന്നലെ രാത്രിയാണ് മെഹന്തി ഇട്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഡാർക്ക് കളർ ആവൂല. ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് രാവിലെ ആകുമ്പോഴേക്കും. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഫങ്ഷനിലേക്ക് വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പം നമ്മളിപ്പോൾ റീലിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതാണ് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോയും നമ്മൾ ഇറങ്ങുന്ന വീഡിയോസും അങ്ങനെ ഒരു ചെറിയ റീലായിട്ട് ഇങ്ങനെ എടുക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. അപ്പം നമുക്കും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ഗൈസ് എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ ഗൈസ് നമ്മൾ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളെ ഗോൾഡും അതേമാതിരി ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതൊരു നല്ലോണം ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. താഴത്തേക്കൊക്കെ നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിൽ. പിന്നെ ഉമ്മ അതാ വരുന്ന സമയത്ത് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളൊന്നും മൈലാഞ്ചി ഇടുക, ഒന്ന് അതേമാതിരി മുല്ലപ്പൂ ചൂടാന്ന്. പക്ഷെ ഉമ്മക്ക് ഇതൊക്കെ വേണമെന്നൊരു നിർബന്ധം. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കാൻ വിചാരിച്ച്. അങ്ങനെ ഫൈനലി നമ്മൾ ഗോൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഒന്നും കഴിയുന്നില്ല, ബോഡി ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതാ സഹായിച്ചു തരാണ്. ഓരോ ഹാൻഡ് സെറ്റ് ആയാലും ചെയിൻ ഇടാനൊക്കെ ആയിട്ട് ഉമ്മ സഹായിച്ചു തരാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. അങ്ങനെ നമ്മൾ ഒരു ടൈമുണ്ട്, ആ ടൈമിൽ നമ്മൾ ഇറങ്ങണം വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അടി ഇട്ടെന്ന് നോക്കണ്ടേ. എന്റെ ഞാൻ പോയി വരാം. ഒന്നും കാണില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് അനിയനും അനിയത്തിയും അതേമാതിരി ഉപ്പയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ വേറെ വണ്ടിയിലാണെന്നേ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല മധുരവും കാര്യങ്ങളൊക്കെ തരുന്ന പരിപാടിയുടെ ആ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ എടുത്തു പോയിട്ട് നല്ല വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ച്. കാരണം നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് മാറ്റിയെന്നല്ലേ ഉള്ളൂ, നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഡ്രസ്സും പിന്നെ എൻ്റെ ഓർണമെൻറ്റ് സെറ്റ് ചെയ്തതും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഞാൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യട്ടോ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക. പ്രോഗ്രാം എങ്ങനെ വെച്ചാൽ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോയി വന്നു. പിന്നെ എങ്ങനെ വെച്ചാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം ഇപ്പോൾ തോനായല്ലോ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടും പുറത്ത് പോയിട്ടും. അപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോയി. പിന്നെ കുറച്ച് ഫോട്ടോ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഭയങ്കര വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ടയേർഡായി. അപ്പോൾ ഗൈസ് പിന്നെ എങ്ങനെ ഉണ്ടായിച്ചാൽ ഒരു എല്ലാ പരിപാടിയും കൂടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് ഫസ്റ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.